ഹലോ ഗൈസ്, ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. ഈ ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്കിയതാണ് ഈ യൂട്യൂബ് ചാനൽ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. ഞാൻ ഇന്നലെ രാത്രി ഞാനും എൻ്റെ ഫ്രണ്ടും പോയിട്ട് റൈഫിൾ ക്ലബ്ബ് ഞങ്ങൾ പോയിട്ട് കണ്ടിരുന്നു. ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇന്നലെയാണ് കാണാൻ സമയം കിട്ടിയത്. പോയി കണ്ടു. ഭയങ്കര ഹൈപ്പാണ് സോഷ്യൽ മീഡിയയിലും മറ്റ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം. നല്ല ഹൈപ്പാണ് ഈ ഫിലിമിന് കൊടുത്തുകൊണ്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ആ ഹൈപ്പിനനുസരിച്ച് മാർക്കോ കണ്ടില്ല, ഇതുവരെയായിട്ട് മാർക്കോ കണ്ടില്ല. മാർക്കോ കാണാണ്ടാണ് ഈ ഫിലിമിന് ടിക്കറ്റ് എടുത്തത്. മാർക്കോൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല. അടുത്ത ദിവസം തന്നെ ഇതിൽ ഈ ഞാനിടുന്ന വീഡിയോക്ക് അത്യാവശ്യം നല്ല റീച്ച് കിട്ടുകയാണെങ്കിൽ ബാക്കിയുള്ള ഈ വരുന്ന മൂവീസിൻ്റെയൊക്കെ റിവ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ പോയിരുന്നു, സിനിമ കണ്ടു. ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ വരുന്ന ഹൈപ്പിന് ഒരു തരത്തിലുള്ള നീതി പുലർത്തുന്ന രീതിയിലുള്ള ഒരു സാധനം ഈ മൂവിയിൽ ഞാനും എൻ്റെ ഫ്രണ്ട്സും കണ്ടില്ല. ഇറങ്ങിയതിന് ശേഷം കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു ഇത് കാണാൻ വന്നിട്ടുള്ളത്. അവരോടൊക്കെ ചോദിച്ചു. ആർക്കും അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. കാസർഗോഡാണ് സ്ഥലം. ഈ ഫിലിമിൽ നമ്മൾ ഒരുപാട് കഥ അല്ലെങ്കിൽ അങ്ങനെ എന്തൊക്കെയോ പ്രതീക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അമൽ നീരത്ത് സ്റ്റൈൽ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഈ ഡബിൾ ബാരലിൽ നിന്ന് വരുന്ന ഫയർ വർക്കൊക്കെ ഹെവി ആയിരിക്കും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷിച്ചിട്ട് പോയതാണ്. പക്ഷെ ആ ഒരു സാധനമൊന്നും കിട്ടിയില്ല. ഒരു എന്താ പറയുക, ഒരു കഥ എന്ന് പറയാനുള്ള ഒരു സാധനമൊന്നും ഇതിൻ്റെ അകത്തൊന്നും കാണുന്നില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, എന്തുകൊണ്ടാണ് ഈ മൂവി ഇങ്ങനെ ആയതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. മെയിനായിട്ട് ആഷിഖ് കപൂർ ഡയറക്ഷൻ, ഷാൻ പുഷ്കർ ഇതിൻ്റെ സ്റ്റോറി റൈറ്റിംഗ് ആണ്. ശ്യാം പുഷ്കറിൻ്റെ കൂടെ വേറെ 2 പേരുണ്ട്. ഫെമിലിയർ അല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്കറിയാത്തതുകൊണ്ട് മാത്രം കേട്ടോ. അവർ ബാക്കിയുള്ള ഇതിൽ ഫെമിലിയർ ആയിരിക്കും. എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എനിക്കറിയാവുന്ന ശ്യാം പുഷ്കറാണ്. പിന്നെ ഹനുമാൻ കൈണ്ട്. പിന്നെ നമ്മുടെ ഹിന്ദിയിൽ അനുരാഗ് കശ്യപ് എന്ന് പറഞ്ഞിട്ട് ആ പുള്ളി. ഇവരൊക്കെ സീരിയസ്ലി വിചാരിച്ച ഇത്രയും അടിപൊളി കാസ്റ്റിങ് എടുത്തു പറയേണ്ട ഒരുപാട് ഇനിയും പേരുണ്ട്. വാണി വിശ്വനാഥ്, ഓഫ് കോഴ്സ് നമ്മൾ ഓൾഡ് 90s കണ്ടിട്ടുള്ള ആ സമയത്തൊക്കെ കണ്ടിട്ടുള്ള ഹെവി ആയിട്ടുള്ള റോളൊക്കെ ചെയ്തിട്ടുള്ള. പക്ഷേ വാണി വിശ്വനാഥനൊക്കെ ഈ ഫിലിമിൽ എന്തിനാണ് കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചതെന്ന് നമ്മൾ ആലോചിച്ച് പോകും. ആ ഒരു അവസ്ഥയിലാണ് ഈ പടം എടുത്തു വെച്ചിട്ടുള്ളത്. ഹനുമാൻ കൈറ്റ് പുള്ളിയുടെ ആദ്യത്തെ വരവും സാഗൊക്കെ കണ്ടു കഴിഞ്ഞാൽ മാരകം എന്നൊക്കെ വിചാരിച്ചു. ലാസ്റ്റ് പുള്ളീനെ കൊണ്ട് എത്തിക്കുന്ന ഒരു ലെവലുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഇതൊക്കെ എന്തിനാണ് എടുത്തു വെച്ചതെന്ന് ആലോചിച്ചു പോകും. പിന്നെ അതുപോലെ തന്നെ മെയിൻ വില്ലൻ, സ്പോയിലർ ആണെങ്കിൽ ക്ഷമിക്കുക, ഇത് കാണാൻ താല്പര്യമില്ലാത്തവർക്ക് കട്ട് ചെയ്തിട്ട് പോകാം. ഇതിലെ മെയിൻ വില്ലൻ, അവൻ്റെ കയ്യിൽ ഗണ്ണൊന്നുമില്ല. ഞാൻ ഫ്രീ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്, ഫ്രീ ഹാൻഡിലാണ് വരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അവൻ അണ്ടർവെയർ ഇട്ടിട്ടാണ് ഇവരുടെ മുമ്പിലേക്ക് പോകുന്നത്. നടന്നു പോകുന്ന വഴിക്ക് അവൻ്റെ ജാക്കറ്റ്, ഷർട്ട്, ജീൻസ് എല്ലാം ഊരിയിട്ട്. എന്തിനാണ് ഇങ്ങനത്തെ ഒരു സീനെന്ന് തന്നെ ആലോചിച്ച് പോവുക. എന്തിനാണ് കയ്യിൽ ഗണ്ണും കാര്യങ്ങളൊക്കെ വലിച്ച് കളഞ്ഞിട്ട് അവരുടെ മുമ്പിൽ കയറി ചെന്നിട്ട് കൈ പൊക്കി നിന്ന് കഴിഞ്ഞാൽ ആ റൈഫിൾ ക്ലബ്ബിൽ ഒരാൾ ഇവരെ കയറി ഷൂട്ട് ചെയ്യാൻ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് എന്തിനാണ് ഇവൻ ചെട്ടിപ്പുറത്ത് പോയിട്ട് അവിടെ പോയിട്ട് നിന്നതെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകുന്നില്ല ബ്രോ. അങ്ങനത്തെ ഒരു സാധനം. പിന്നെ ഇതിൻ്റെ അകത്തൊരു ഗോഡൗൺ പോലത്തെ ഒരു സാധനത്തിന്, അതിൻ്റെ പേര് ഞാൻ മറന്നു, എന്തൊരു സംഭവം അവർ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് മാരക പഴയ ഐറ്റംസൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. വിൻറ്റേജ് ഐറ്റംസൊക്കെ ഒരുപാട് ഇരിപ്പുണ്ട്. അതിൻ്റെ കീ അങ്ങനെ വെച്ചേക്കുവാണ്. ഇത് ഇന്ന സമയത്തെ തുറന്ന് കാണിക്കാൻ പറ്റുള്ളൂ, ഇതാന്നൊക്കെ പറഞ്ഞ് ചക്ക മാങ്ങയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ബിൽഡപ്പ് കൊടുത്തിരിക്കുകയായിരുന്നു. ലാസ്റ്റ് ഈ സാധനം പുരാവസ്തു ഗവേഷകർ കൊണ്ടുപോകണ്ടെന്ന് പറഞ്ഞിട്ട് വിജയരാഘവൻ പറയുന്ന ഡയലോഗാണ്. പുരാവസ്തു ഗവേഷകർ ഈ സാധനം കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് സാധനം കുടുംബത്തിൽ തന്നെ കൊണ്ട് മാറ്റി വെച്ചേക്കുകയാണ്. എന്നാൽ പിന്നെ എന്തിനാണ് ആ ഒരു സംഭവം തന്നെ പറഞ്ഞതെന്ന് ആലോചിക്കുകയാണ്. ഇത് തുടക്കം മുതൽ ആ സാധനം പറഞ്ഞപ്പോൾ നമ്മളുടെ മനസ്സിൽ എല്ലാവർക്കും ഒരു സാധനമുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അവസാനം കുറച്ച് വിൻറ്റേജ് സ്റ്റൈലുള്ള പീരങ്കിയ മറ്റേ സാധനങ്ങളായി എന്തൊക്കെയോ പുതിയ സാധനങ്ങളൊക്കെ നമ്മളെ കാണിക്കും. അതാണല്ലോ സിനിമ. ഈ അമൽനീരത്തിൻ്റെ ഫിലിമിലൊക്കെ നമ്മൾ കാണാറല്ലേ, പഴയ കാലത്തിലെ വണ്ടികൾ, അല്ലെങ്കിൽ ആ സമയത്ത് യൂസ് ചെയ്തിട്ടുള്ള പല ഇൻസ്ട്രുമെൻസുകൾ, പല വെപ്പൺസുകൾ, നിത്യോപകരണ സാധനങ്ങളെല്ലാം അമൽനീരത്തിൻ്റെ ഫിലിമിൽ മാത്രമല്ല ഒരുപാട് ഫിലിമിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ. അപ്പോൾ സോ ഇതിനെക്കുറിച്ച് ഓൾറെഡി ബിൽഡപ്പ് കൊടുത്തു വെച്ചത് കൊണ്ട് നമ്മൾ ഓൾറെഡി വിചാരിക്കുകയാണ് ഓക്കെ ഈ ലെവലിലുള്ള ഒരു സാധനം ഇതിൻ്റെ അകത്ത് വരുമെന്ന്, ക്ലൈമാക്സിലെങ്കിലും വരുമെന്ന്. ക്ലൈമാക്സിൽ ചുമ്മാ ഒരു ഡയലോഗ് അടിച്ച് വെച്ചേക്കാണ്. അങ്ങനെ ഒരു സാധനമൊക്കെ ഞങ്ങൾ പൂട്ടി വെച്ചേക്കാണ്.
അത് പിന്നെ നടക്കും, നമ്മളെ കാണിച്ചു തരത്തില്ല. അപ്പോൾ അപ്പോൾ ഇത്രയും സമയം പ്രതീക്ഷിച്ചിരുന്നത് നമ്മളാരായി? ശശി. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഈ പടത്തിൻ്റെ. പിന്നെ കുറേ ഡബിൾ മീനിങ് ഉള്ള കുറേ ഡയലോഗ്സ്. ഇങ്ങനെ പോവുകയാണ് പടം. സീരിയസ്ലി പറയുകയാണ്, ഇതൊന്നും അല്ല പ്രതീക്ഷിച്ച്. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ആഷിഖ് കപൂറിൻ്റെ എന്തോ ഒരു ബെഞ്ച് മാർക്കാണ്, ആഷിഖ് കപൂർ ഇവിടെ ഉണ്ടെന്ന് തെളിയിക്കുവാണ്, ആഷിഖ് കപൂറിൻ്റെ തിരിച്ചുവരവാണ്. ചക്കയാണ്. ഇതാണ് ആ പടം. സത്യമായിട്ടും മനസ്സിലാകുന്നില്ല, എന്താണ് ഇവരെടുത്ത് വെച്ചേക്കുന്നത് മനസ്സിലാകുന്നില്ല. കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നു. അതേ മെയിൻ വില്ലൻ ഒരാളെ പോലും കൊല്ലുന്നില്ല, ഒരുത്തനെ പോലും ഞാൻ കണ്ടില്ല. ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ 1-2 പേര് ആരെങ്കിലും ഉണ്ടെങ്കിലും ഓക്കെ, നിങ്ങൾ പറഞ്ഞേ. ഒരു മെയിൻ ക്യാരക്ടറായിട്ട് വരുന്ന ഒരാളെ പോലും വില്ലൻ കൊന്നിട്ടില്ല. ഇനി വില്ലൻ ഒരുത്തന്നെ ഇറക്കുന്നുണ്ട്, ഒരു ബൈക്കിൽ കയറിയിട്ട് റൂമിൻ്റെ അകത്ത് കുറേ സീനാക്കുന്നൊരു സാധനമുണ്ട്. അവനിവൻ പറയുന്ന അവൻ്റെ രാവണൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ ബിൽഡപ്പ് കൊടുക്കും. ആ ബിൽഡപ്പ് കൊടുത്തതിൻ്റെ അടുത്ത സീനിൽ അവനെ സിമ്പിളായിട്ട് അങ്ങ് തൂക്കി കെട്ടി വെച്ചേക്കും. ഇതാണ് ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു സീന്. സീരിയസ്ലി പറയാ ബ്രോ, ഇത് എന്തിനാണ് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലാവും. ഫസ്റ്റത്തെ ഹാഫ് ഫുള്ള് ലാഗ് എന്ന് പറഞ്ഞാൽ അത്ര സ്ലോ ഷോട്ട് അങ്ങനത്തെ കുറേ സാധനങ്ങൾ നമ്മൾ കണ്ടിരിക്കണം. ഓക്കെ, നമ്മൾ കണ്ടിരിക്കുക. ആ ലാഗാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കണ്ടിരിക്കുക. സെക്കൻഡ് ഹാഫ് അതിനേക്കാളും പൊളിയാക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ഇത്രയും സഹിച്ചിരുന്ന് കാണുന്നത്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ എന്തെങ്കിലും സാധനം വരണ്ടേ? എന്ത് വന്നിട്ടുള്ളത്? ഇത്രയെല്ലാം ബിൽഡപ്പും ഇങ്ങനത്തെ ഗണ്ണും അത് ഇതെല്ലാം ഇവരുടെ കയ്യിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഡബിൾ ബാരലുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് പടം. സീരിയസ്ലി ഇതിൽ വലിയ കഥയെന്ന് പറയാനൊരു സാധനമൊന്നും ഇതിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല. എന്നെ ഒരു തരത്തിലും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റാത്തൊരു പടമാണിത്. ഇതെൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൻ്റെ താഴെ പങ്കുവയ്ക്കുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരുടെയും നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും ഇതുപോലത്തെ നല്ല പുതിയ പടങ്ങൾ വരുമ്പോൾ അതിൻ്റെ റിവ്യൂസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ചില പടങ്ങൾ, എനിക്കിഷ്ടപ്പെടുന്ന ചില പടങ്ങൾ എൻ്റെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുമ്പോൾ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറേ ഫ്രണ്ട്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, ഇവർക്കൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ ഇവരാരും കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ അത് കൊള്ളത്തില്ല എന്ന് ഇതുവരെയായിട്ടും പറഞ്ഞിട്ടില്ല. ഞാൻ സജസ്റ്റ് ചെയ്ത പടങ്ങളെല്ലാം കുറേ പഴയതൊക്കെയാണ്. അതിൽ ഇംഗ്ലീഷിലുണ്ട്, തെലുങ്കിലുണ്ട്, കന്നഡയിലുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. ഹിന്ദിയൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് പ്രോപ്പറായിട്ട് മനസ്സിലാകാത്തൊരു ലാംഗ്വേജാണ്. എന്നിട്ട് പോലും അതിൽ ചില ഫിലിംസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫിലിംസ് എൻ്റെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യാറുണ്ട്. സജസ്റ്റ് ചെയ്ത സാധനങ്ങളെല്ലാം അവർക്ക് ഇഷ്ടപ്പെടാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ റിവ്യൂ എന്ന് പറയുന്നൊരു സാധനം ചെയ്യാൻ വിചാരിക്കുന്നത്. അപ്പോൾ ചില ഫിലിംസ് നമുക്ക് കണ്ടിട്ട് പറയാൻ പറ്റും, ഇത് ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് പോയിട്ട് കാണാൻ പറ്റുമെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ കയ്യിൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യാനുള്ള പ്രത്യേകിച്ച് എക്യുപ്മെൻറ്റ്സോ കാര്യങ്ങളൊന്നുമില്ല. അതേ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ വെച്ചിട്ട് അതിൽ സംസാരിക്കുകയാണ്. നോർമൽ എൻ്റെ ഫോണിലെ ഫ്രണ്ട് ക്യാമിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം. നമുക്ക് ബാക്കി സിനിമ ഇതാക്കാം. അടുത്ത് എന്തായാലും ഞാൻ മാർക്കോ കാണുന്നുണ്ട്. മാർക്കോയുടെ റിവ്യൂസ് ഞാൻ ഇടുന്നുണ്ട്. ബൈ.